മാന്യ സദസ്സിന് വന്ദനം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഇത് എന്തൊരു പക്ഷി. കഥയില്ലാത്ത താറാവായിരുന്നു അവൻ. മറ്റു പക്ഷികളെ മൃഗങ്ങളെ അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും അവരുമായി വഴക്കിടുമായിരുന്നു. ഒരു ദിവസം അവൻ കുളക്കരയിലെത്തി. അവിടെ നീന്തിക്കൊണ്ടിരിക്കുന്ന അരയന്നത്തിനെ താറാവ് കണ്ടു. താറാവിന് അരയന്നത്തിന്റെ നീണ്ട കഴുത്ത് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഇതുപോലെ കഴുത്തുണ്ടായിരുന്നെങ്കിൽ അവൻ വിചാരിച്ചു. താറാവ് അരയന്നത്ത് പറഞ്ഞു, നീ എന്റെ കഴുത്തെടുത്തോ, ഞാൻ എന്റെ കഴുത്തെടുത്തോളാം. അരയന്ന കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് കഴുത്തുകൾ തമ്മിൽ കൈമാറാം. അവൻ കഴുത്തുകൾ തമ്മിൽ കൈമാറി. നീണ്ട അരയന്ന കഴുതുകൊണ്ട് താറാവിന് യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. താറാവ് ആകെ വിഷമത്തിലായി. അങ്ങനിരിക്കെ ഒരു ഞാറപ്പക്ഷി അതുവഴിയിൽ വന്നു. ഞാറപ്പക്ഷിക്ക് താറാവിനെ കണ്ടപ്പോൾ ചിരി വന്നു. താറാവുമല്ല, അരയന്നവുമല്ല. താറാവിന് ദേഷ്യം വന്നു. താറാവ് ഞാറപ്പക്ഷിയുമായി വഴക്കിട്ടോണ്ടിരിക്കുന്നിടയിലാണ് ഞാറപ്പക്ഷിയുടെ കൊക്കിന് താഴെ തുഞ്ചടക്കുന്ന വലിയ സഞ്ചി കണ്ടത്. എനിക്കും ഇതുപോലൊരു സഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആശിച്ചു. താറാവ് ഞാറപ്പക്ഷിയെടുത്ത് പറഞ്ഞു, നീ എന്റെ ചുമന്ന കൊക്കെടുത്തോ, അതിന് പകരം നിന്റെ സഞ്ചടക്കമുള്ള കൊക്കെടുത്താ. ഞാറപ്പക്ഷി ആദ്യം ചിന്തിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു. അവർ കൊക്കുകൾ തമ്മിൽ കൈമാറി. താറാവിന് മറ്റു പക്ഷികളുമായി എന്തെങ്കിലും ഒക്കെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അവന് രസകരമായി തോന്നി. പിന്നീട് ഒരു കൊച്ചുടെ കാലുകൾ അവൻ വച്ചുമാറി. അതിനുശേഷമോ ഒരു കാക്കയുടെ ചറുകുകളും അവൻ വച്ചുമാറി. പതിവാക്കുള്ളതും പറഞ്ഞ് മയിലിന്റെ മനോഹരമായ പീലികൾ അവൻ സമ്പാദിച്ചു. പൂവങ്ങളുടെ പൂവും താനയും സ്വന്തമാക്കി. അവനെ പോവാനും പഠിപ്പിച്ചു. മറ്റു പക്ഷിയോട് സാമ്യമില്ലാത്ത വിചിത്രജീവിയായി മാറി. വിചിത്രജീവിയായി താറാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു കൂട്ടം താറാവ് അതുവരെയിൽ വന്നത്. അയ്യേ, ഇത് എന്തൊരു പക്ഷി! ഞാനും നിങ്ങളെയും പോലൊരു താറാവാണ്. നീയൊരു താറാവാണെങ്കിൽ നിങ്ങളുടെ കൂടെ വരിക, മറ്റുള്ള താറാവുകൾ പറഞ്ഞു. അവൻ പൂത്തടിയിലെത്തി. അവൻ പുല്ലുകൊത്തി തിന്നാൻ തുടങ്ങി. നമ്മുടെ താറാവിനാവട്ടെ കൊക്കടങ്ങാനോ കറക്കാനോ അല്ലാതെ പുല്ല് കൊത്തി തിന്നാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. ഒരു കുറുക്കൻ അവരെ പിടിക്കാനായി പാമ്പ് കണ്ട് വന്നത്. താറാവ് കൂട്ടങ്ങൾ പേടിച്ച് തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് ഇറങ്ങി. നമ്മുടെ താറാവിന് നീണ്ട കൊത്തിക്കാലം കൊണ്ട് കുളത്തിൽ ഇറങ്ങാൻ സാധിച്ചില്ല. കുറുക്കൻ താറാവിന്റെ നീണ്ട അരയന്നത്തിലേക്ക് പിടികൂടി. അത് കണ്ട താറാവുകൾ തിരികെ വന്ന് കുറുക്കനെ കൊത്തി ഓടിച്ചു. താറാവ് സന്തോഷമായി. ജീവൻ രക്ഷിച്ച താറാവ് കൂട്ടങ്ങളോട് നന്ദി പറഞ്ഞു. ഇനി എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. താറാവ് അരയന്നടുത്ത് ചെന്ന് അരയന്നത്തിന് നീണ്ട കഴുത്ത് മടക്കിക്കൊടുത്തു. ഞാറപ്പക്ഷിയുടെ കൊക്കും ചന്തയും തിരിച്ചു കൊടുത്തു. കൊച്ചുടെ കാലും കാക്കയുടെ ചന്തയും തിരിച്ചു കൊടുത്തു. ഭംഗിയുള്ള പീലിയും ബലവനായ പൂവുകളുടെ പൂവും താഴെ കോയിലും തിരിച്ചു കൊടുത്തു. അവൻ നല്ല താറാവായി മാറി. ഒരു കഥയുള്ള താറാവായി മാറി. ഈ കഥയുടെ ഗുണപാഠമാണ് അതിമോഹമാവത്ത്. നന്ദി, നമസ്കാരം.